രാവിലെ 11:30 ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങി. കൂടെയുള്ളത് മാമിയും പിന്നെ കമലമ്മയും. ക്യാമറ കൈകാര്യം ചെയ്തത് നമ്മുടെ പ്രിയപത്നി, നമ്മുടെയല്ല, എന്റെ പ്രിയപത്നി ദിശ പിയു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വഴിയിൽ ഒരു സ്കൂട്ടറിൽ ഒരു ഫാമിലി സ്വന്തം മക്കളെ മടിയിലിരുത്തി പോകും പോലെ ഒരു നായക്കുട്ടിയെയും കൊണ്ട് പോകുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോഴാണ് പിൻ സീറ്റിൽ ഉറങ്ങിക്കിടക്കുന്ന എന്റെ സ്വന്തം മക്കളെ ഞാൻ ഓർത്തു. അപ്പോഴേക്കും വണ്ടി പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. എന്റെ തേജക്കുട്ടന് ഛർദ്ദിക്കാൻ വന്നു. പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് നീങ്ങി. ഞങ്ങൾ മാമാനത്തേക്കാണ് പോകുന്നത്. അതെ, മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലേക്ക്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും സമയം 1:45 ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം 1:30 ക്ഷേത്രനട അടച്ചിരുന്നു. പക്ഷേ ഒരു 2:30 വരെ അന്നദാനം അവിടെ ഉണ്ടായിരുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ അമ്പല പരിസരം മുഴുവനായും ഒന്ന് കറങ്ങി. തേജക്കുട്ടൻ എന്തൊക്കെയോ മേടിക്കാൻ വേണ്ടി ദിശയോട് ആഹ്വാനം ചെയ്യുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവനൊരു പുസ്തകം കണ്ടെത്തി അത് ദിശയോട് വാങ്ങിക്കാൻ ആഹ്വാനം ചെയ്തു. ദിശ അങ്ങനെയുള്ള 2-3 പുസ്തകങ്ങളും അതോടൊപ്പം അവർക്ക് വേണ്ട ചെറിയ ചെറിയ കുഞ്ഞു ടോയ്സ് ഒക്കെ മേടിച്ചു കൊടുത്തു. ദിശ വാങ്ങിച്ച പുസ്തകങ്ങളൊക്കെ വളരെ ആവേശത്തോടെ ഞങ്ങളെ കാണിച്ചു. സത്യത്തിൽ ഇന്ന് കണ്ണൂരുള്ള കോട്ടയം തിരൂർക്കുന്ന് മഹാഗണപതി ക്ഷേത്രത്തിൽ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഏതായാലും കണ്ണൂർ ഭാഗത്തേക്ക് പോകുകയല്ലേ, രാവിലെ മാമാനിക്കുന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വൈകുന്നേരം കോട്ടയം തിരൂർക്കുന്ന് മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്തായാലും 1:30 ക്ഷേത്രനട അടച്ചതിനാൽ ഞങ്ങൾ വന്ന കാര്യം നടന്നില്ല. അപ്പോഴാണ് കമലമ്മ എന്നോട് പറഞ്ഞത്, മാമാനിക്കുന്ന് ദൈവം തീരുമാനിച്ചു കാണും, അങ്ങനെ പോകുന്ന പോക്കിൽ ചുളുവിൽ വന്ന് കണ്ടിട്ട് പോകണ്ട എന്ന്. അടുത്ത പ്രാവശ്യം എന്നെ കാണാനായിട്ട് വന്നാൽ മതിയെന്ന്. അങ്ങനെ മാമാനിക്കുന്ന് ക്ഷേത്രത്തിൽ ഒരുപാട് സമയം ചെലവഴിച്ച് ഞങ്ങൾ നേരെ കോട്ടയം തിരൂർക്കുന്ന് മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് നീങ്ങി.